ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരെ എന്നോട് ചോദിക്കണേ എന്ത് ജോലിയാണ് ചെയ്യണേന്ന്. അതേപോലെ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, June 6. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ വീഡിയോയിലുള്ളത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഓഫീസിലെ ഫസ്റ്റ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹബ്ബ് പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്. June 6 അപ്പം എൻ്റെ ബർത്ത്ഡേയും ഈ ഹബ്ബിൻ്റെ ആനിവേഴ്സറിയും ഒരു ദിവസമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സാറ്. അപ്പോൾ ഈ സാറ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ. 1 വർഷം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയെന്നും ബാക്കി എല്ലാ കാര്യങ്ങളും വിലയിരുത്തി പറയാണ് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒരു ദിവസമായ കാരണം ഞാൻ പറയായിരുന്നു സാറിനോട് കട്ടിയേ. അപ്പോൾ സാറ് പറഞ്ഞു എന്നോട് കട്ടിയേ. അങ്ങനെ ഞാനാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത്. ശരിക്കും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനൊരു ബർത്ത്ഡേ ഒക്കെ വെക്കുകയെന്ന് പറയുന്നത് തന്നെ, ഇവിടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കും കേട്ടോ. എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കും. അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചത് കടങ്ങളും ബാധ്യതകളും ഒന്നും ഇല്ലാണ്ട് എപ്പോഴും സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. എല്ലാവർക്കും നല്ല ആരോഗ്യവും സമാധാനവും ദൈവം തരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോയി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡെലിവറിക്ക് ഇറങ്ങി. എന്ന് വെച്ചാൽ നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. നല്ല അടിപൊളി മഴയുണ്ട്. ഓഫീസിലുള്ള എല്ലാവരും കൂടിയിട്ടേ അപ്പോൾ എനിക്കൊരു നല്ലൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും ഷെയർ ഇട്ടിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഇനി ആ ഒരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഗിഫ്റ്റൊക്കെ തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണേ. അങ്ങനെ ഇതേ എനിക്കും കിട്ടി കേട്ടോ ഗിഫ്റ്റ്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ അപ്പോഴേ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ജോലി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഷിപ്മെൻറ്റ്സൊക്കെ ഓരോ വീട്ടിലും കൊണ്ടു കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മീഷോൻ്റെ ഡെലിവറി ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതൊരു ഹബ്ബാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ ആനക്കല്ല് ഏരിയയിലാണ് കേട്ടോ ഞാൻ ഡെലിവറി ചെയ്യുന്നത്. ആദ്യമൊക്കെ ഈ ജോലി എന്നെ കൊണ്ട് പറ്റുമോയെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്നായി കേട്ടോ. ഇപ്പോൾ കണ്ണും പൂട്ടി അടച്ച് ഈ ഒരു ഏരിയയിൽ ഡെലിവറി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എന്നെ ഒപ്പം ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലില്ലെങ്കിൽ കൂടി വിളിച്ചൊക്കെ പറയാറുണ്ട്. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയിലാണല്ലേ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് സ്വത്തോ പണമോ ഒന്നുമില്ലെങ്കിലും ഓരോ നിമിഷവും സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും നല്ല ആരോഗ്യമൊക്കെ ദൈവം തരുന്നുണ്ടെങ്കിൽ അതിന് തന്നെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണമല്ലേ. ബർത്ത്ഡേക്ക് ഇത് എല്ലാവരും കൂടി ഓഫീസിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. അപ്പം എങ്ങനത്തെയാണെന്ന് നോക്കാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള പുതിയ ചുരിദാർ സെറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓഫീസിലെ എല്ലാവരും കൂടിയിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഫുൾ സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ. ഇത് തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഓടിയെത്താം. ബൈ.